പപ്പേട്ടനെ വളരെ നേരത്തെ പരിചയപ്പെട്ടു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഒരു യുവ സാഹിത്യ ദൃശ്യകലാ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്തും. അപ്പോൾ അതിൽ ഒരു കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് 2 പ്രാവശ്യം, ഒരു വർഷം ഒരു ക്യാമ്പ്, അങ്ങനെ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഒരിക്കൽ അപ്പോൾ ഈ ബുദ്ധിജീവികൾ ഇച്ചിരി അന്ന് എല്ലാത്തിനും എതിർക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട്, നിഷേധ സ്വഭാവമുണ്ട്. കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇപ്പം അങ്ങനെ ഒരു നിഷേധത്തിൻ്റെ ഭാഗമായിട്ടും ബുദ്ധിജീവി ചമയാൻ വേണ്ടിയിട്ടും സിഗരറ്റ് വലിച്ചു. ഈ സിഗരറ്റ് വാങ്ങിച്ച് ഞാൻ പാക്കറ്റും പടി ബാഗിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു പാക്കറ്റ് ചാർമിനാറാണ്, അരവിന്ദനും ഒക്കെ വലിക്കുന്ന സിഗരറ്റ് ചാർമിനാറാന്ന് പറഞ്ഞിട്ട് ചാർമിനാർ സിഗരറ്റ് വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട്. നെയ്യാർ ഡാമിലാണ് ക്യാമ്പ്. ഓറഞ്ച് കളർ കൂട്. അങ്ങനെ നെയ്യാർ ഡാമിലാണ് ക്യാമ്പ്. ഞാനവിടെ മാറി, അവിടെ ഒരു ആനയുടെ പ്രതിമയൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ സിഗരറ്റ് വലിക്കുകയാണ്. അപ്പം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് സാഹിത്യത്തിലും കലയിലും, ചിത്രകലയിൽ, ശില്പകലയിൽ, സിനിമയിലൊക്കെ. അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ കാവാലൻ നായരാണ് പണിക്കർ, ഡോക്ടർ അയ്യപ്പ പണിക്കർ, ONV കുറുപ്പ് തുടങ്ങിയ MT വാസുദേവൻ നായർ, NN പിള്ള, ഇവരെ കടമ്മനിട്ട രാമകൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ക്യാമ്പിൽ ഞങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർവെൽ ടൈമിൽ ഞാൻ മാറി നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ ഡോ എന്ന് പറഞ്ഞൊരു വിളി കേട്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ ഡയറക്ഷനിലെ വിളി വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ വേറെ ആരുമില്ല, എവിടെ തന്നെയാന്ന് പറഞ്ഞു. എന്നെ തന്നെ നോക്കിയപ്പോൾ പത്മരാജനും നെടുമുടി വേണുണ്ട്, പിന്നെ ജഗന്നാഥൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവർ തിരുവനന്തപുരത്ത് ക്യാമ്പിൽ അവരുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു. സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സിഗരറ്റ് എടുത്ത് കൊടുത്തു. അവരോരോന്ന് സിഗരറ്റ് വലിച്ചു. ഞാൻ പറഞ്ഞു വേണം വെച്ചോ, എൻ്റെ കയ്യിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏരിയയിൽ സിഗരറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഒത്തിരി ദൂരെ പോകണം. അല്ല വേണ്ട, കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇവർ ഈ സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചു. എനിക്കുണ്ടായ ഒരു സന്തോഷം. പപ്പേട്ടനെ എനിക്ക് വളരെ അടുത്ത വായിച്ചുള്ള പരിചയമുണ്ടല്ലോ. ആ മനുഷ്യൻ നേരിട്ട് നിന്നിട്ട് എൻ്റെ അടുക്കാൻ ഒരു സിഗരറ്റ് വാങ്ങിച്ചെന്നുള്ള ഒരു സൗഹൃദ രീതിയിലാണ്. അപ്പം എനിക്ക് ആ ഒരു തോന്നലാണ് പപ്പേട്ടനോട് വരുന്നത്. ഈ ഒരു മനസ്സിൽ തോന്നിയൊരു സ്വാതന്ത്ര്യം പുള്ളിക്കാരൻ്റെ എപ്പോഴും എനിക്ക് നമ്മളോട് സിഗരറ്റ് ഒക്കെ ചോദിച്ച് ഒന്നിച്ച് വലിച്ച ആളല്ലേ എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ അയ്യോ അത് ഭീകരമായി പോയി.